ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളെയും ഒഴിവാക്കുന്ന മൂർത്തിയായി സങ്കല്പിച്ചിട്ടുള്ള, അത് മിത്തല്ല കേട്ടോ, ചിലർക്ക് ഗണപതി ഒരു മിത്താണല്ലോ. ഗണപതി എന്നുള്ളത് ഒരു പ്രതീകമാണ് നമ്മളെ സംബന്ധിച്ച്. അതിനെ മിത്തെന്നല്ല നമ്മൾ വിളിച്ചത്, സത്ത് എന്നാണ്. മിത്തല്ല, സത്ത്. ചിലർ പറഞ്ഞത് മുത്താണ്, അതും ശരിയാണ്. അത് മുത്താണ്, വിലമതിക്കാനാകാത്ത ഒരു മുത്താണ്. എന്നുവെച്ചാൽ അതിൻ്റെ ആശയങ്ങൾ നോക്കുമ്പോൾ ആ ഗണപതി എന്നുള്ള ചിത്രത്തിന് അതിൻ്റെ പിന്നിൽ ഋഷിമാർ കൊടുത്തിരിക്കുന്ന സങ്കല്പം നോക്കുമ്പോൾ അതിഗഹനമായ ഒരു അർത്ഥതലം ആ ഗണപതി എന്ന ആ ഒരു രൂപത്തിനുണ്ട്. നമുക്ക് തോന്നും ഗണപതി ഒരു മിത്താണെന്ന്, അല്ലേ? എന്തൊരു വികൃതമായ വേഷം! ദൈവത്തെ നമുക്ക് എത്ര മനോഹരമായ ഒരു സങ്കല്പത്തിൽ കൊണ്ടുവരായിരുന്നു. ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ചിന്തിച്ചുകൂടായിരുന്നു. എന്തിനൊരു ആനത്തലയും വലിയൊരു കൊടവേറും, അത് വിചിത്രമായിട്ട് തോന്നും. ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു നല്ല വാഹനം പോലുമല്ല, എലി, മൂഷികൻ. ആ വാഹനത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരു ദേവത. ഇത് വിചിത്രമായ ഒരു സങ്കല്പമാണ്. ഭാരതത്തിൻ്റെ ചില സങ്കല്പങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതെന്തൊരു അത്ഭുതമാണ്, ഇത് വിചിത്രമാണ്, ഇത് ദൈവമാണോ, ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. കാളിയുടെ കഴുത്തിൽ തലയോട്ടി, അരയ്ക്ക് ചുറ്റും വിരലുകൾ ഇങ്ങനെ കോർത്തിട്ടിരിക്കുകയാണ്. അനേകം കൈവിരലുകൾ ഇങ്ങനെ അരയ്ക്ക് ചുറ്റും ഈ വസ്ത്രമായിട്ട് കോർത്തിട്ടിരിക്കുകയാണ്, നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട്. കയ്യിലോ ദാരിക ശിരസ്, രക്തമൊലിക്കുന്ന ശിരസ്, നാവിലോ രക്തം ഊറിക്കൊണ്ടിരിക്കുന്നു. ആ രക്തം വലിച്ചു കുടിച്ച ആ കാളിയുടെ രൂപം അരയ്ക്ക് താഴോട്ട് പുരുഷനും അരയ്ക്ക് മേലോട്ട് സ്ത്രീയുമായിരിക്കുന്ന രൂപം, എന്തൊരു വിചിത്ര രൂപമാണ്! ഇതിനൊക്കെ ഒരു അർത്ഥതലങ്ങളുണ്ട് കേട്ടോ, വെറുതെ ഉണ്ടായതൊന്നുമല്ല. എന്താണ് ഗണപതി? ഗണാനാംപതി, ഇന്ദ്രിയ സമൂഹങ്ങളുടെ മുഴുവൻ അധിപതി എന്നൊരർത്ഥമുണ്ട്. ഇന്ദ്രിയം, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന, അതിനെല്ലാം അധിപതിയായിരിക്കുന്ന ചൈതന്യം എന്താണ്? ആത്മാവ്. ത്വമേവ പ്രത്യക്ഷം ആത്മാസി, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി എന്ന ഗണപതി ശീർഷോപനിഷത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അത് നിന്റെ ആത്മാവാണ് ഗണപതി, ബ്രഹ്മം തന്നെയാണ് ഗണപതി, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഗണപതി. നിന്റെ ആത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചം ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്നത്. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങളിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മൾ ആരാണെന്നാണ്. നമ്മൾ ആരാണെന്ന് ബോധിപ്പിക്കുക. നമ്മളിവിടെ ഇരുന്ന് കേവലം ചത്തുപോകുന്ന ആളാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ ഉണ്ടായി, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചു വീണു, അത് കഴിഞ്ഞ് മരിച്ചതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. മരിക്കാത്ത ഒരു ഉണ്മ നമ്മുടെ ഉള്ളിൽ അന്നേരവും അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അത് ഉണ്ടാകുന്നതോ ഇല്ലാതാകുന്നതോ അല്ല. അതിനെയാണ് ആത്മചൈതന്യം എന്ന് പറയുന്നത്. ബ്രഹ്മം, ഈ പ്രപഞ്ച മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്തേന തക്തേന ഭുഞ്ചീത മാ കൃതകസ്യ സിദ്ധനം. നമ്മുടെ സംസ്കാരം, ആചാരങ്ങൾ ഇതെല്ലാം അനുഭൂതി സമ്പന്നന്മാരായ ഋഷീശ്വരന്മാരിൽ നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് അവരൊരു സങ്കല്പം, ഒരു ദേവതാ സങ്കല്പം ഉണ്ടാക്കിയ വെറുതെ ഒന്നുമല്ല. ഗണപതിയുടെ തുമ്പിക്കൈ, ആനയുടെ തുമ്പിക്കൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ മൊട്ടുസൂചി എടുക്കാം, വലിയ മരവും പിഴുതെടുക്കാം. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധയുണ്ടെങ്കിൽ അവന് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞു ഋഷി. ശ്രദ്ധയുള്ളവന് യഥാർത്ഥത്തിൽ ഉള്ള ആത്മജ്ഞാനം, അറിവിനും പൊരുളായി നിൽക്കുന്ന ആത്മജ്ഞാനം ഉണ്ടാകുന്നത് ശ്രദ്ധയുള്ളവനാണ്. അപ്പൊ ശ്രദ്ധയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. ബാഹ്യമായ ശ്രദ്ധ ആന്തരികമായ ശ്രദ്ധയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു. ഗണപതിയുടെ തുമ്പിക്കൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. മുട്ടുസൂചി എടുക്കാം,